അപ്പം ഇന്ന് മലയാള സിനിമയെ പറ്റി പറയാം. കുറച്ച് ദിവസമായിട്ട് മലയാള സിനിമയെ പറ്റി നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ചിത്രങ്ങളും പരാജയപ്പെടുന്നു, നിർമ്മാതാവ് എന്ന് പറയുന്നത് പാഴായിട്ട് മാറുന്നു, പല നിർമ്മാതാവിൻ്റെയും കാറ് പോയി, വീട് പോയി, ബൈക്ക് പോയി, പുരയിടം മൊത്തം പോയി, ഇപ്പം ചെറ്റക്കുടിയിലേക്ക് താമസിക്കുന്ന നിർമ്മാതാക്കൾ ഉണ്ട് എന്ന് പറയുന്നു. അപ്പോഴത്തേന് ഇത് മലയാള സിനിമയിലെ ഒരു ഭാഗം ഏറ്റെടുക്കുന്നു. താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണമെന്ന് നിർമ്മാതാക്കളുടെ സംഘടന ആവശ്യപ്പെടുന്നു. പിന്നെ താരങ്ങൾ അതിനെ എതിർത്ത് കൊണ്ടുവരുന്നു. അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങൾ വരുന്നു. നിർമ്മാതാക്കളുടെ സംഘടനയിൽ തന്നെ രണ്ട് വിഭാഗമുണ്ട് എന്നുള്ളത് ഒരു അവസ്ഥയായിട്ട് മാറുന്നു. അവസാനം സുരേഷ് കുമാറാണ് ഈ കാര്യങ്ങൾ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞത്. സുരേഷ് കുമാർ എന്ന് പറയുന്നത് പഴയ നിർമ്മാതാവായിട്ട് കണക്കാക്കാനേ പറ്റും. അടുത്ത കാലത്തൊന്നും അദ്ദേഹം പടം എടുത്തിട്ടില്ല. രേവതി കലാമന്ദിറിൻ്റെ എനിക്ക് തോന്നുന്നു ശ്രദ്ധിക്കപ്പെട്ട ഒരു ചിത്രം എന്ന് പറയുന്നത് ആറാം തമ്പുരാൻ എന്ന് പറയുന്ന ചിത്രമായിരുന്നു. അത് ലാലേട്ടനെ വെച്ചെടുക്കുന്നു, അത് പെട്ടെന്ന് വൈറലാകുന്നു, അത് നിർമ്മാതാവിന് ഒത്തിരി കാശൊക്കെ കിട്ടുന്നു. പിന്നെ സുരേഷ് കുമാർ പാത മാറി, നിർമ്മാതാവ് എന്ന് പറഞ്ഞ പാത മാറി അഭിനയത്തിലേക്ക് വരുന്നു. ചില ചിത്രങ്ങളിലൊക്കെ അദ്ദേഹം അഭിനയിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മലയാള സിനിമ 2025 അടുത്ത കാലങ്ങളിൽ എടുത്തു കഴിഞ്ഞാൽ മലയാള സിനിമയുടെ നല്ല സുവർണ്ണ കാലഘട്ടം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത കാലത്ത്, പഴയ കാലമല്ല ഞാൻ ഉള്ളത്, അടുത്ത കാലത്ത് 2024 ആണെന്ന് പറയാം. ഒത്തിരി ചിത്രങ്ങൾ 100 കോടി ക്ലബിൽ എത്തുന്നു. സൂപ്പർ താരങ്ങളുടെ ചിത്രം മാത്രമല്ല, ചെറിയ ചെറിയ ചിത്രങ്ങൾ, മഞ്ഞുമല ബോയ്സ്, മാർക്കോ, അങ്ങനെയൊക്കെയുള്ള വലിയ താരങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഉയർന്നു വന്ന ഒത്തിരി ചിത്രം, ആടുജീവിതമൊക്കെ 100 കോടി ക്ലബിലേക്ക് എത്തുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് മലയാള സിനിമയിലെ ഒരു സുവർണ്ണ കാലഘട്ടം 2025 കിടക്കുന്നു. 2025 ജനുവരിയിൽ ഒരു ചിത്രം മാത്രമേ വിജയിച്ചുള്ളൂ എന്ന് നിർമ്മാതാക്കളുടെ സംഘടന പറയുന്നു. എന്നെ സംബന്ധിച്ച് 31 ചിത്രങ്ങളോട് ഇറങ്ങി എന്ന് പറയുന്നു. നമുക്ക് അറിവുള്ള ചിത്രങ്ങൾ തിയേറ്ററിൽ എത്തിയതായിട്ട് പ്രേക്ഷകരായ മിക്കവാറും സിനിമയൊക്കെ നമ്മൾ നോക്കിക്കാണുകയും കാണുകയൊക്കെ ചെയ്യുന്നു റിവ്യൂവിൻ്റെ കാലത്ത്. അപ്പം എനിക്ക് തോന്നുന്നത് 2025 സംബന്ധിച്ച് നമ്മൾ കണ്ട ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി, രേഖാചിത്രം, ഡൊമിനിക്, അതുപോലെ പൊന്മാന്, ഇജാതി ജാതകം, അതുപോലെ അൻപോട് കൺമണി, അമ്മ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ചിത്രങ്ങൾ മാത്രമേ ഉള്ളൂ. അതുപോലെ പ്രാവിൻകൂട് ഷാപ്പ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ചിത്രങ്ങൾ മാത്രമേ ഉള്ളൂ റിവ്യൂ ചെയ്യുന്ന എൻ്റെ പോലും മനസ്സിൽ ഇടം പിടിച്ച. അപ്പോൾ സാധാരണക്കാരുടെ മനസ്സിൽ ഒത്തിരി 31 ചിത്രങ്ങൾ ഇറങ്ങിയെന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ ചുമ്മാ ആവശ്യത്തിന് അനാവശ്യത്തിനുമായിട്ട് കാശ് മുടക്കി ഒത്തിരി കാശുണ്ടായിട്ടായിരിക്കാം ഈ ചിത്രങ്ങളൊക്കെ ഇറക്കിയത്. അത് ഒന്നുകിൽ മാർക്കറ്റിംഗ് തന്ത്രം പാളിയിരിക്കുന്നു, തിയേറ്ററിൽ എത്തിയിട്ടില്ല. തിയേറ്ററിൽ എത്തി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ നിർമ്മാതാക്കൾക്കൊന്നും കഴിഞ്ഞിട്ടില്ല. അവർക്ക് ആവശ്യം വേറെ വല്ലതായി, കള്ളപ്പണം വെളുപ്പിക്കാം, അങ്ങനെയൊക്കെയുള്ള പല സംഗതികളായിരിക്കാം. ഈ മേഖലയിലേക്ക് വരിക എന്ന് പറയുന്നത് കുറച്ചാൾക്കാരൊന്നുമല്ല, കുറച്ച് കാശുണ്ടാക്കുക, ഈ മേഖലയിലേക്ക് വരിക, അങ്ങനെയുള്ള കാര്യങ്ങളും പോകുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. പിന്നെ വേറെ പല ചിന്തകളുമായിട്ട് ഈ മേഖലയിലേക്ക് വരുന്നവരുണ്ട്, അങ്ങനെയും പോകുന്നവരുണ്ട്. ഏതായാലും ഈ 5-6 ചിത്രങ്ങൾ ഒഴിച്ച് ബാക്കി ഒന്നും തന്നെ പ്രേക്ഷകരായ നമുക്ക് നമ്മൾ ആ ചിത്രങ്ങൾ ഇറങ്ങി. ചില നിർമ്മാതാക്കളുടെ സംഘടനയിലെ സുരേഷ് കുമാർ പറഞ്ഞ് ഇങ്ങനെ ചിത്രങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. ഇങ്ങനെയും ചിത്രങ്ങളൊക്കെ തിയേറ്ററിൽ വന്നോ എന്ന് ഞെട്ടിപ്പോയി. അപ്പം സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് ഞാനെന്താ പറഞ്ഞത്, റിവ്യൂ ചെയ്യുന്ന നമ്മളിങ്ങനെ ഏത് ചിത്രങ്ങൾ തിയേറ്ററിൽ വരുന്നു എന്നൊക്കെ നോക്കി കാണുന്നതാണ്, അതിനുവേണ്ടി സമയം കണ്ടെത്തുന്നു. പക്ഷേ ഇതൊന്നും ചെയ്യാത്ത ആൾക്കാരെ സംബന്ധിച്ച് അവർ തിയേറ്ററിൽ പോകണമെങ്കിൽ ആ ചിത്രത്തിൻ്റെ പേരെങ്കിലും അവരുടെ മനസ്സിൽ വരണം, എങ്കിൽ മാത്രമേ ചിത്രം കാണണമെന്നൊരു തോന്നലുള്ളൂ. അത് തോന്നലുണ്ടാക്കണമെങ്കിൽ അത് മാർക്കറ്റിംഗ് തന്ത്രമാണ്. അത് നിർമ്മാതാക്കൾ യഥാർത്ഥമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ പ്രയോഗിക്കാം. പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. അപ്പം ചുമ്മാ ഒരു പടങ്ങൾ ഇറക്കിയിട്ട് അത് പൊട്ടിപ്പോയി, അതുകൊണ്ട് നിർമ്മാതാക്കളെല്ലാം പ്രതിസന്ധിയിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെയുള്ള താരങ്ങളെല്ലാം പടം നിർമ്മിക്കുന്നു, അതുകൊണ്ട് നിർമ്മാതാക്കൾക്ക് ഡേറ്റ് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. ആർക്കും ഈ ഭൂമിയിൽ ഏത് പടവും എന്ത് സാധനവും, ഈ സിനിമ എന്ന് പറയുന്ന ഒരു വ്യവസായ സ്ഥാപനമാണ്, മുടക്കു മുതൽ പിരിക്കുന്നു, അത് തിരിച്ചു പിടിക്കുക എന്നുള്ളത്, അതും അതിൻ്റെ ലാഭം കണക്കാക്കിയായിരിക്കുമല്ലോ തിരിച്ചു നോക്കുന്നത്.
അപ്പോൾ അത് നിർമ്മാതാക്കളേക്കാൾ കൂടുതൽ താരങ്ങൾ ഇതിലേക്ക് വരുന്നു. അവരെ സംബന്ധിച്ച് അവരുടെ പ്രതിഫലം കൊടുക്കണ്ട, അല്ലാതെ തന്നെ ഒരു ചെറിയ സെറ്റപ്പിലൊക്കെ പടം പിടിക്കാൻ പറ്റും. എന്നിട്ട് അത് തിയേറ്ററിൽ ഇറക്കുന്നു, ലാഭം അവരെടുക്കുന്നു. അപ്പം നിർമ്മാതാക്കളെ സംബന്ധിച്ച് ഏറ്റവും നല്ല കാര്യമല്ലേ? നിർമ്മാതാക്കൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇവരുടെ കാശെല്ലാം നഷ്ടപ്പെട്ടു പോവുക. പിന്നെയും പുതിയ നിർമ്മാതാക്കൾ വരുന്നു, കാശ് ഇറക്കുന്നു എന്നുള്ളതാണ്. എന്നിട്ടും ഒരു വശത്ത് നിന്ന് സുരേഷ് കുമാറിനെ പോലെ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്നു ഞങ്ങളുടെ കാശെല്ലാം പോയി, എല്ലാ കാശും പോയി. പിന്നെയും പടങ്ങൾ, എനിക്ക് തോന്നുന്നു ഈ ജനുവരി തന്നെ 21-31 പടങ്ങളോടെ ഇറങ്ങണമെങ്കിൽ നിർമ്മിക്കാൻ ആരും ഇല്ലാഞ്ഞിട്ടല്ല, പിന്നെ ഈ കാശ് പോകുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊരു സ്ഥലത്ത് കാശ് മുടക്കണമെങ്കിൽ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് മുടക്കുന്നത്. അത് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് തോന്നുവാണെങ്കിൽ അതിന് വേറെ ഏതോ ചിന്തയുണ്ട് മനസ്സിന്, വേറെ തലങ്ങളിൽ ഇല്ലേ? അതുകൊണ്ടാണ് അവർക്ക് കാശ് വേണ്ടത്. പിന്നെ സുരേഷ് കുമാറിനെ പോലുള്ള ഒരാളെ എനിക്ക് തോന്നുന്നു ബലിയാടാക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ പ്രസിഡന്റ് ആൻഡോ ജോസഫാണെന്ന് തോന്നുന്നു, സെക്രട്ടറി വേറെ ആരാണ്. പക്ഷെ ഇവർ രണ്ടുപേരും അല്ല പത്രസമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത്. എല്ലാവരുടെയും കൂടെ, നിർമ്മാതാക്കളുടെയും ഡിസ്ട്രിബ്യൂട്ടർമാരുടെയും എല്ലാവരുടെയും കൂടെ കോർഡിനേഷനായിട്ട് സുരേഷ് കുമാറാണ് രംഗപ്രവേശനം. സുരേഷ് കുമാർ ഒന്നും അടുത്ത കാലത്തൊന്നും സിനിമ ഇറക്കിയിട്ടുമില്ല. അതാണ് ഇതിൻ്റെ കോമഡി. പക്ഷേ ആന്റണി പെരുമാവൂർ ഏതായാലും ഉടൻ തന്നെ പുറത്തു വന്നു. അദ്ദേഹം ചോദിക്കുന്ന ചില കാര്യങ്ങൾ കറക്റ്റാണ്. അതുപോലെ 100 കോടി ക്ലബിൽ ഇടം പിടിച്ച പണമേ ഇല്ല എന്ന് സുരേഷ് കുമാർ പറയുന്നു. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നറിയില്ല. ഇപ്പം 100 കോടി ക്ലബ്ബുകളാണ് എല്ലാ മേഖലയിലും നമ്മൾ കണ്ടുവരുന്നത്. പ്രത്യേകിച്ച് തെലുങ്ക്, തമിഴ്, എല്ലാ മേഖലയിലും കാശ് കണ്ടമാനം മുടക്കുക, കാശ് മാറുക എന്നുള്ളത്. അപ്പം ആ ലെവലിലേക്കാണ് എമ്പുരാൻ, അതുപോലെ MMM എന്നുള്ള ചിത്രങ്ങളെല്ലാം പോകുന്നത്. അതൊക്കെ 100 കോടി ക്ലബിലേക്ക് 100 കോടി രൂപയോളം മുടക്കിയാണ് ഈ ചിത്രങ്ങൾ പോകുന്നത്. മറ്റു ഭാഷാ ചിത്രങ്ങളുമായിട്ട് കിടപിടിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ വേണം എന്ന് നിർമ്മാതാക്കൾക്ക് തോന്നുന്നുകൊണ്ടാണ് അത് പിടിക്കുന്നത്. അപ്പം അതിനിടയിലാണ് ഒരു ആപ്പുമായിട്ട് സുരേഷ് കുമാർ വന്നിട്ടിരിക്കുന്നത്. എന്താണ് 100 കോടി ക്ലബ്ബ്? സുരേഷ് കുമാർ പറയുന്നത് പലർക്കും വ്യക്തമായിട്ടില്ല. സുരേഷ് കുമാർ പറയുന്നത് നിർമ്മാതാവിന് 100 കോടി ഷെയർ കിട്ടിയ ഒരു ചിത്രം പോലും ഇല്ല എന്ന്. അതാരും പറഞ്ഞിട്ടില്ല. 100 കോടി എന്ന് പറയുന്നത് ഗ്രോഫാണ്. അത് നിർമ്മാതാക്കൾക്കും ഒരു പടത്തിന് നമ്മൾ തിയേറ്ററിലേക്ക് ഇടുമ്പോൾ അല്ലെങ്കിൽ OTTയിലേക്ക് പോകുമ്പോൾ സാറ്റലൈറ്റ് അതെല്ലാം കൂടെ കൂട്ടി ആ ചിത്രത്തിന് എന്തുമാത്രം തുക കിട്ടി എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, 100 കോടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ചിത്രത്തിൽ നിന്ന് 100 കോടി കിട്ടി. അതിൻ്റെ മുടക്ക് കാണും. മുടക്കെല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നിർമ്മാതാവിന് ലാഭമുണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ. ലാഭമില്ലെങ്കിൽ വീണ്ടും പടം എടുക്കത്തില്ലല്ലോ. അതാണല്ലോ അതിൻ്റെ സത്യം. അപ്പോൾ അത് ഒരു പടം ഇറക്കുന്നതിന് മുമ്പ് അറിയണം. അത് തിയേറ്റർ ഉടമകൾക്ക് കൊടുക്കണം, ഡിസ്ട്രിബ്യൂഷൻകാർ കൊടുക്കണം, പരസ്യത്തിന് വേണ്ടി മുടക്കണം. അങ്ങനെ പല രീതിയിൽ മുടക്കിയതിന് ശേഷം ബാക്കിയുള്ളത് മാത്രമേ നിർമ്മാതാവ് എന്ന നിലയിൽ എൻ്റെ കയ്യിൽ കിട്ടത്തുള്ളൂ എന്ന് ഒരു ബാലപാഠമെങ്കിലും നിർമ്മാതാക്കൾ പഠിച്ചിരിക്കണം. അങ്ങനെ പഠിക്കാത്തവരുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ അവരുടെ കാശ് പോട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം സാധാരണ ജനങ്ങൾക്ക് പോലും അറിയാം, ഒരു 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 40 രൂപ എങ്ങാണ്ട് നിർമ്മാതാക്കൾക്ക് കിട്ടുള്ളൂ. ബാക്കി 60% പല മേഖലയിലേക്ക് പോകുന്നുണ്ട്. അതറിയാവുന്നതാണ് സാധാരണ ജനങ്ങൾ. ഇപ്പോൾ ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലാഭം മൊത്തം ഗവൺമെൻറ്റിലേക്ക് കിട്ടുന്നില്ല. ഡോക്ടർ വിൽക്കുന്നവർക്കുണ്ട്, അതിൻ്റെ ഏജന്മാർക്കുണ്ട്. അങ്ങനെയൊക്കെയുള്ള പല രീതിയിലേക്ക് കമ്മീഷൻ പോകുന്നു, ടാക്സ് പോകാം. അങ്ങനെയൊക്കെ പോയതിന് ശേഷം ബാക്കി മാത്രമേ നമ്മുടെ കയ്യിൽ കിട്ടൂ. നമ്മൾ പറയത്തില്ലേ 25 കോടി ഒന്നാം സമ്മാനം കിട്ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ ടാക്സും എല്ലാം കൂടെ കഴിഞ്ഞ് ഏകദേശം 12.5 കോടി എങ്ങാണ്ടേ ഈ അടിച്ചവൻ്റെ കൈ കിട്ടുന്നുള്ളൂ. പക്ഷെ അതുകൊണ്ട് 12.5 കോടി അടിച്ചവൻ എന്നല്ലല്ലോ പറയുന്നത്, 25 കോടി അടിച്ചവൻ എന്നല്ലേ പറയുന്നത്. അപ്പം അത് നിർമ്മാതാക്കൾ മനസ്സിലാക്കണം. സുരേഷ് കുമാർ യാതൊരു ബാലിഷ്യമില്ലാത്ത യാതൊരു കാര്യവുമില്ലാത്ത കാര്യമാണ് ഈ ഉന്നയിച്ചത്. 100 കോടി നേടിയിട്ടില്ല. അത് മറ്റുള്ള ഭാഷയിലെ ചിത്രങ്ങളെ നമ്മുടെ മലയാള സിനിമയെ അങ്ങോട്ട് താഴ്ത്തി കെട്ടാനായി ഇത് ശ്രമിച്ചിട്ടുള്ളൂ. അതുപോലെ ജൂൺ മുതൽ ഞങ്ങൾ സമരത്തിലാണ് എന്ന് പറയുന്നു. ഏതർത്ഥത്തിലാണ് സമരത്തിലാണെന്ന് പറഞ്ഞില്ല. എനിക്ക് തോന്നുന്നു ഇതിൽ കൂടുതൽ എന്താണ് പ്രതീക്ഷിക്കുന്നത്? തിയേറ്റർ ഉടമ ഈ പടം കാണാൻ പോകുന്നവരുടെ കയ്യിൽ നിന്ന് കൂടുതൽ കാശ് വേണം. ഇതിൽ കൂടുതലൊന്നും കൊടുക്കാൻ പാടില്ല. കാരണം തിയേറ്ററിൻ്റെ എക്സ്പെൻസ് വളരെ കൂടുതലാണ്. എനിക്ക് തോന്നുന്നു ടിക്കറ്റ് 150 രൂപ 200 രൂപ കൊടുത്ത് എങ്ങനെയെങ്കിലും ടിക്കറ്റ് എടുക്കാം. അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു കുപ്പി വെള്ളത്തിന് തന്നെ വില കൂടുതലാണ്.
അതുപോലെ തന്നെ എന്താ ഒരു പോപ്കോൺ 30 രൂപയുടെ ഒരു പോപ്കോൺ എന്ന് പറഞ്ഞാൽ 100-150 രൂപ മേടിക്കുന്ന തിയേറ്ററുണ്ട്. അപ്പം ഫാമിലി ആയിട്ടൊക്കെ പോയി കഴിയുമ്പോൾ നല്ലൊരു തുകയാകും. ആദ്യമേ അങ്ങനെയുള്ള നിയന്ത്രണങ്ങളാണ് വരേണ്ടത്. നമ്മളൊരു കുപ്പി വെള്ളം മേടിച്ചു കഴിഞ്ഞാൽ പുറത്തെ വിലയെക്കാട്ടി ഇരട്ടി വില അകത്ത് കൊടുക്കണം. ഇവരൊട്ട് പുറത്തെ സാധനങ്ങൾ അകത്ത് കൊണ്ടുപോകാനൊട്ട് സമ്മതിക്കത്തുമില്ല. പിന്നെ അങ്ങനെ വരുമ്പോൾ ഫാമിലി പൊതുവെ വിചാരിക്കും ആഘോഷങ്ങളിൽ മാത്രം എല്ലാവരും കൂടെ ഒന്നിച്ച് പോവാം. ഇപ്പോൾ ഒരു 5 പേരടങ്ങുന്ന ഒരു ഫാമിലി സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ ഏകദേശം 12,000 രൂപയാവും. ആ അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പം എല്ലാവർക്കും എന്നും നല്ല പടങ്ങൾ ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് എപ്പോഴും പോയി പടം കാണാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ അത് സെലക്ട് ചെയ്യുന്നു, ആഘോഷ ദിവസങ്ങളിൽ പോയി പടം കാണുന്നു. അപ്പം ആദ്യമേ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പോപ്കോൺ ഉൾപ്പെടെയുള്ള തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന ഭക്ഷ്യസാധനങ്ങളുടെ വില കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. ടിക്കറ്റിനെക്കാട്ടും കൂടുതൽ കാശാണ് അതിനൊക്കെ ചിലവാകുന്നത്. അതുപോലെ നല്ല തിയേറ്ററുകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ കൂടുതൽ എനിക്കൊന്ന് ടിക്കറ്റ് ചാർജ് കുറയ്ക്കുക. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ കൂടുതൽ പേര് തിയേറ്ററിലേക്ക് പോവുകയൊക്കെ ചെയ്യും. അല്ലാതെ ഞങ്ങളുടെ കാശ് പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ നല്ല തിരക്കഥ കണ്ടെത്തണം, സംവിധായകനെ കണ്ടെത്തണം. അതുപോലെ താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണം എന്ന് പറയും. ഒരു താരത്തിൻ്റെ പ്രതിഫലം നിശ്ചയിക്കേണ്ടതെന്ന് പറഞ്ഞാൽ താരമാണ്. പിന്നെ അവന് താല്പര്യമില്ല, അവൻ്റെ പ്രതിഫലം കൂടുതലാണെങ്കിൽ അവനെ ഒഴിവാക്കുക, വേറെ ആളിനെ പിടിക്കുക. അതുമാത്രമേ ചെയ്യാനുള്ളൂ. അല്ലാതെ താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും ആന്റണി പെരുവാർ എന്നെല്ലാം കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട്. അതുപോലെ എമ്പുരാൻ്റെ ബഡ്ജറ്റിനെ പറ്റി സുരേഷ് കുമാർ ചോദിക്കുന്നുണ്ട്. 141 അങ്ങാണ്ടോ ആയി എന്ന് പറയുന്നുണ്ട്. ആന്റണി പെരുവാർ പറയുന്നുണ്ട്, ആന്റണി പെരുവാറാണ് എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ നിർമ്മാതാവ്. പുള്ളിക്കില്ലാത്ത വിഷമം എന്തിനെ? എനിക്ക് സുരേഷ് കുമാറിന് എന്തിനെ? പിന്നെ സുരേഷ് കുമാറിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ആന്റണി പെരുമ്പാവൂർ ഈ കാര്യം തുറന്നു പറയുകയാണെങ്കിൽ ലാലേട്ടൻ്റെ സപ്പോർട്ടില്ലാതെ തുറന്നു പറയത്തില്ല, പ്രത്യേകിച്ച് സുരേഷ് കുമാറിനെതിരെ. സുരേഷ് കുമാറും മോഹൻലാലും തമ്മിലുള്ള ബന്ധം നമുക്കറിയാവുന്നതാണ്. അവർ സുഹൃത്തുക്കളാണ്. അപ്പം സുരേഷ് കുമാർ സത്യം പറഞ്ഞാൽ ഒരു ബലിയാടായി, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഒരു വശത്ത് മോഹൻലാലിൻ്റെ അടുത്ത ആളായ ആന്റണി നിൽക്കുന്നു, മറുവശത്ത് മോഹൻലാൽ നിൽക്കുന്നു. ആൻഡോ ജോസഫ് ഒന്നും പറയാതെ മാറി നിൽക്കുന്നു. ആൻഡോ ജോസഫാണ് ഇതിൻ്റെ എല്ലാം പ്രസിഡന്റ്. പക്ഷേ ആൻഡോ ജോസഫ് ഒരക്ഷരം പറയുന്നില്ല. ആൻഡോ ജോസഫും ഇതിന് എതിർപ്പുണ്ട് എന്നുള്ളതാണ്. അപ്പം നിർമ്മാതാക്കളുടെ സംഘടനയിൽ തന്നെ ശക്തമായ എതിർപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ആൻഡോ ജോസഫിനെ ഒന്നും തോപ്പിച്ചുകൊണ്ട് മലയാള സിനിമയിൽ ഇങ്ങനെയുള്ള ഈ സുരേഷ് കുമാറിനെ പോലുള്ളവർക്കൊന്നും നിലനിൽപ്പില്ല എന്ന് തോന്നുന്നു. കാരണം ഇവരാണ് കൂടുതൽ ചിത്രങ്ങൾ ഓരോ മികച്ച ചിത്രങ്ങളിൽ കാശ് മുടക്കിയ ചിത്രങ്ങൾ ആൻഡോവും ആശീർവാദിനെ പോലുള്ള ഈ ആൻ്റണിയൊക്കെയാണ് ചെയ്യുന്നത്. അതുപോലെ ആശീർവാദിന് തന്നെ എല്ലാ ജില്ലയിലും തിയേറ്ററുണ്ട്. അതുപോലെ മിക്കവാറും എനിക്ക് തോന്നുന്നു താരങ്ങളെല്ലാം തന്നെ പൃഥ്വിരാജ് ആയാലും ടൊവിനോ ആയാലും ഉണ്ണിമൂതനായാലും ഇവരൊക്കെ തന്നെ ചിത്രങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. അവരെ ഈ നിർമ്മാതാക്കൾ നിർത്തിവെച്ചാലും ഇവരൊക്കെ ചിത്രങ്ങൾ നിർമ്മിച്ചാൽ മതി. നമുക്ക് അധികം ചിത്രങ്ങളൊന്നും കാണണ്ട. ഓരോ മാസം ഒരു ചിത്രം, ഒരു കൊല്ലം 12 ചിത്രം ഇറങ്ങിയാൽ മതിയെന്നേ. അതിൽ കൂടുതലൊന്നും കാണണമെന്നും ആഗ്രഹമില്ല. അതിൽ കൂടുതലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൽ കൂടുതലൊക്കെ ചിത്രങ്ങൾ ഇറങ്ങിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. നല്ല ചിത്രങ്ങളാണ് പേര് കേൾപ്പിച്ചിട്ടും കാര്യമില്ല. കാരണം ഈ തിയേറ്ററിൽ പോയി കാണണമെങ്കിൽ അതിനും കാശും കൂടെ വേണ്ടായി. ഏറ്റവും വലിയൊരു പാടായിട്ട് ഞാൻ ആദ്യമേ തന്നെ ചൂണ്ടിക്കാണിച്ച ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ ചാർജിനേക്കാൾ കൂടുതൽ, ടിക്കറ്റ് ചാർജിനേക്കാൾ കൂടുതൽ കാശ് തിയേറ്ററിനകത്ത് കൊടുക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് മാസത്തിൽ 1-2 പടം ഇറങ്ങിയാൽ മതി. ഈ എന്തിന് ആവശ്യമില്ലാതെ ഇത്രയും പടങ്ങൾ ഇറങ്ങി അയ്യോ പിന്നെ ഞങ്ങൾക്ക് നഷ്ടമാണ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ്? എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വിഷയമായി വീണ്ടും ഞാൻ എത്താം. ഓക്കെ, ബൈ.